അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 40. അഗ്നിയുടെ ചുംബനത്തിൽ സ്വയം മറന്ന് ലയിച്ചു നിന്ന ജ്വാലയുടെ ചുണ്ടുകളിൽ നിന്നും അവൻ പതിയെ അകന്നു മാറി. ജ്വാല കിതച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ അവളുടെ നനഞ്ഞുപോയ ചുണ്ടുകളെ തുടച്ചു കൊടുത്തു അഗ്നി. ജ്വാല വിറയലോടെ അവന്റെ നെഞ്ചിലേക്ക് കവിള് ചേർത്ത് വെച്ച് നിന്നു. അഗ്നി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവള് കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. സോറി, പെട്ടെന്ന് നിന്നെ കിസ് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ കിസ് ചെയ്തതിനല്ല കേട്ടോ ഞാൻ സോറി പറഞ്ഞേ. നമ്മളിപ്പോ എവിടെയെന്ന് ഓർക്കാതെ ഞാൻ നിന്നെ കിസ് ചെയ്തില്ലേ, അതിനാ, അവൻ കുറുമ്പോടെ പറഞ്ഞു. ജ്വാല മറുപടി പറയാതെ അവന്റെ ഇരു കണ്ണുകളെയും മാറി മാറി നോക്കി. എന്താ കുഞ്ഞ? അവളുടെ നോട്ടം കണ്ട് അവൻ അവളുടെ കവിളിൽ കൈവച്ച് വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അപ്പോഴും മറുപടി പറയാതെ അവനെ നോക്കി തന്നെ നിന്നു. എന്തേലും പറയന്റെ പെണ്ണെ, അവൻ ആർദ്രമായി പറഞ്ഞിട്ടും അവൾക്കൊന്നും പറയാനാവുന്നില്ലല്ലോ. അതെ, കുറച്ചൊക്കെ സ്ഥലകാലബോധം വേണം മക്കളെ. ഇതിപ്പോ ഇവിടെ കൂടി എല്ലാത്തങ്ങളും കണ്ടില്ലേ നിങ്ങളുടെ കിസ്സിങ്. അഗ്നിയുടെയും ജ്വാലയുടെയും അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് വ്യാസ് കുറുമ്പോടെ പറഞ്ഞു. അഗ്നിക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ വ്യാസിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അയ്യ, എന്താ അവന്റെ വളിച്ചൊരു കിണി. ഇവനോ ബോധമല്ല, നിനക്കെങ്കിലും അല്പം ബോധം വേണ്ടേ കൊച്ചെ. വ്യാസ് ജ്വാലയെ കളിയാക്കി. ജ്വാല പെട്ടെന്ന് അഗ്നിയുടെ നെഞ്ചിൽ നിന്ന് മാറി അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. അവൻ അവളെ നോക്കി കണ്ണിറുക്കി. ജ്വാല അവനെ മിഴിച്ചു നോക്കി പെട്ടെന്ന് അവനിൽ നിന്നും മുഖം വെട്ടിച്ച് വ്യാസിനെ നോക്കി. ഞാനല്ല വ്യാസേട്ടാ, ദേ ഇയാളാ, എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കും, ഉമ്മ ഭ്രാന്തൻ. അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞ അപ്പൊ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഉമ്മ വെക്കുന്ന പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരിക്കുക. ജ്വാല ഉള്ള കാര്യം പറഞ്ഞു. അഗ്നിയുടെ കണ്ണിപ്പോൾ പുറത്തു വരുമെന്ന പോലെ ആയിട്ടുണ്ട്. അവൻ വ്യാസിനെ നോക്കി. വ്യാസ് പൊട്ടിവന്ന ചിരി ഒതുക്കാൻ പാടുപെടുകയാണ്. കുഞ്ഞ. വ്യാസിന്റെ മുഖം കണ്ട് അഗ്നി ദയനീയമായി വിളിച്ചു. ജ്വാല അവനെ തറപ്പിച്ചൊന്ന് നോക്കി. വേണ്ട പോ, ഞാൻ ഉമ്മ വെക്കുന്നത് ആരോടും പറയില്ല എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ ഉമ്മ വെച്ചേ? അതും പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം മുന്നിൽ നിന്ന് ഉമ്മ വെച്ചില്ലേ, എല്ലാരും കണ്ടില്ലേ, പോ. അവൾ മുഖം വീർപ്പിച്ചു. അഗ്നി അവളെ നോക്കി ചിരിച്ചു. വ്യാസ് അവളുടെ സംസാരം കേട്ട് ആകെ കിളിപോയി നിൽക്കുവാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അവളുടെ പെരുമാറ്റമെന്ന് അവൻ കൗതുകത്തോടെ മനസ്സിലാക്കി. അഗ്നി, പക്വത കുറച്ച് കൂടുതലാണല്ലേ നിന്റെ പെണ്ണിന്. വ്യാസ് അഗ്നിയെ നോക്കി കുസൃതിയോടെ പറഞ്ഞു. അഗ്നി അവനെ നോക്കി കണ്ണുരുട്ടി. വ്യാസ് ചിരിയോടെ അവന്റെ ഫോൺ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവനത് വാങ്ങി പോക്കറ്റിലിട്ട് ജ്വാലയെ നോക്കി. ഇവിടെ നിൽക്കോ നീ, ഞാൻ ഇവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അവൻ ചോദിച്ചതും ജ്വാല തലകുലുക്കി. അവൻ അവളുടെ കവിളിൽ ഒന്ന് തഴുകി വ്യാസിനൊപ്പം മുന്നോട്ട് നടന്ന് അവളെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തായി നിന്നു. അഗ്നി, എന്താടാ? ജ്വാലയെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് വ്യാസ് ചോദിച്ചു. അവള് കുഞ്ഞാണടാ, പക്ഷേ നീ പറഞ്ഞ പോലെ അത്ര പക്വതയില്ലാത്ത കുട്ടിയൊന്നല്ല. ആവശ്യത്തിനുള്ള പക്വതയൊക്കെ അവൾക്കുണ്ട്. പക്ഷേ സ്നേഹം കിട്ടാതെ പോയൊരു കുഞ്ഞാ എൻ്റെ പെണ്ണ്. അത് കിട്ടാൻ തുടങ്ങിയപ്പോ അവള് മാറി തുടങ്ങി. അത്യധികം പ്രണയം നിറഞ്ഞതായിരുന്നു അഗ്നിയുടെ സ്വരം. അയ്യോ, ഞാൻ പറഞ്ഞത് നിനക്ക് ഫീലായോടാ? ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. അവളുടെ ഈ കുറുമ്പൊക്കെ കാണാൻ എന്തൊരു ക്യൂട്ടാ. ശരിക്കും അവളൊരു കുഞ്ഞാണെന്ന് അവളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ നീ കിസ് ചെയ്തതൊക്കെ ഒരു പരാതി പോലെ പറയോ? വ്യാസ് ചിരിയോടെ ചോദിച്ചതും അഗ്നിയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. ആടാ, ഇവള് ഇത്രയ്ക്ക് കുറുമ്പിയായിരിക്കുന്ന ഞാനും കരുതിയില്ല കേട്ടോ. എന്റെ പൂച്ചക്കുട്ടി തന്നെയാണോ ഇതെന്ന് പോലും തോന്നിപ്പോവും ഇടയ്ക്ക്. അമ്മയോടും അച്ഛനോടും എപ്പോഴും എന്നെ കുറിച്ച് പരാതി പറിച്ചില്ല പെണ്ണിന്റെ പണി. അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു. നന്നായി, അപ്പോ നിങ്ങളുടെ രണ്ടാളുടെയും ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചും അവൾ എല്ലാരോടും പറയും. വ്യാസ് കുറുമ്പോടെ പറഞ്ഞതും അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വ്യാസ് ഇളിച്ചു. നീ അങ്ങനെ കൂടുതൽ പണയണ്ട, അവളൊന്നും പറയില്ല. ഇപ്പോ ഞാൻ അവളെ കിസ് ചെയ്തത് നിന്നോട് അവള് പരാതിയായി പറഞ്ഞതുപോലും പബ്ലിക്കായി ഞാൻ അവളെ കിസ് ചെയ്തത് കൊണ്ടാ. അവളെ പണിഷ്മെന്റ് ചെയ്യാൻ അവൾ എന്ത് തെറ്റിയതെന്നാ അവളുടെ ചിന്ത. സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. അഗ്നി ചിരിച്ചു. ജീവിച്ചു തുടങ്ങണ്ടേടാ നിങ്ങൾക്ക്. വ്യാസ് അവന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അഗ്നി മറുപടിയായി ഒന്ന് ചിരിച്ചു. ജീവിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴല്ലേടാ ഞാൻ ജീവിക്കുന്നതന്നെ. അവളെനിക്ക് കിട്ടില്ലാന്ന് തോന്നിയപ്പോ തകർന്നു പോയതല്ലേ ഞാൻ. പക്ഷെ ദൈവം അവളെ കൂടെ കൂട്ടാൻ ഒരു അവസരം കൂടി തന്നപ്പോ അത് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. ഇപ്പോഴാടാ ഞാൻ ജീവിക്കുന്നേ. നിനക്കറിയോ, അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ എത്ര ഹാപ്പിയാന്ന്. ഒന്ന് ചേർത്ത് പിടിച്ചാ, ഒന്ന് ഉമ്മ വെച്ചാ, അതെല്ലാം ഞാൻ അവളോട് ദേഷ്യം കൊണ്ട് ചെയ്യാന്നാ പെണ്ണിന്റെ വിചാരം. അതാ ഈ പരാതി പറച്ചിൽ എല്ലാരോടും. പക്ഷേ അവൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കും, എന്നെ സ്നേഹിക്കും. ശരീരത്തിനപ്പുറം മനസ്സുകളാണടാ ആദ്യം ഒന്നിക്കേണ്ടേ. ഈ മനസ്സിൽ മുഴുവൻ എൻ്റെ കുഞ്ഞനാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അവളുടെ ഹൃദയത്തിലേക്ക് ഇനിയും എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. സ്നേഹിക്കും, മനസ്സിലാക്കും അവൾ എന്നെ. അതുവരെയും ഞാൻ കാത്തിരിക്കും വ്യാസ്. പക്ഷെ എനിക്കറിയാം അവളുടെ സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല എന്ന്. അധികം വൈകാതെ അവൾ എന്നെ മനസ്സിലാക്കും.
അഗ്നിയുടെ സ്വരം നേർത്തു പോയിരുന്നു. വ്യാസ് അവനെ അത്ഭുതത്തോടെ നോക്കി. ജ്വാലയെക്കുറിച്ച് പറയുമ്പോഴുള്ള അവന്റെ കണ്ണുകളിലെ തിളക്കവും ചുണ്ടിലെ മായാത്ത ചിരിയും അവൻ കൗതുകത്തോടെ നോക്കി. അഗ്നി, നിനക്കവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൂടേടാ? എല്ലാം അറിഞ്ഞു കഴിയുമ്പോ അവള് നിന്നെ സ്നേഹിക്കുമല്ലോ? വ്യാസ് ചോദിച്ചു. അറിയാ, പക്ഷേ അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെന്നെ സ്നേഹിക്കേണ്ട വ്യാസ്. ഞാൻ അവളെ സ്നേഹിക്കുന്നത് കണ്ട്, അവളെ പ്രണയിക്കുന്നത് കണ്ട് അവളുടെ പൂച്ചക്കണ്ണുകളില് എന്നോടുള്ള പ്രണയം നിറയണം. അത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നേ. നേർത്തുപോയ സ്വരത്തിൽ അഗ്നി പറഞ്ഞുകൊണ്ട് ജ്വാലയെ നോക്കി. ഇടയ്ക്കിടയ്ക്ക് അഗ്നിയെ തിരിഞ്ഞു നോക്കുന്ന അവളെ കണ്ട് അവളോട് അടുത്തേക്ക് വരാൻ അവൻ കൈകൊണ്ട് കാണിച്ചു. അവൾ അപ്പോൾ തന്നെ അവനടുത്തേക്ക് വന്നു നിന്നു. വ്യാസ് അവളെ നോക്കി ചിരിച്ചു. ഇനി എന്താ പ്ലാൻ? ബീച്ച് മാത്രമേ ഉള്ളോ? വ്യാസ് ചോദിച്ചു. അല്ലല്ലോ, ആരവേട്ടൻ്റെ ഏട്ടൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും അല്ലേ? അവള് വ്യാസിനോട് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവസാന ചോദ്യം അഗ്നിയോട് ചോദിച്ചു. അവൻ അതേന്ന പോലെ തല കുലുക്കി. ആരവേട്ടൻ്റെ ഏട്ടനോ? നീ അങ്ങനെയാണോ അഗ്നിയെ വിളിക്കുന്നേ? വ്യാസ് നെറ്റി ചുളിച്ചു. അവള് പെട്ടെന്ന് തല താഴ്ത്തി അതേന്ന പോലെ മൂളി. വ്യാസ് അഗ്നിയെ നോക്കിയപ്പോൾ അവൻ വ്യാസിനെ നോക്കി കണ്ണു ചിമ്മി. എന്നാ നിങ്ങളുടെ കറക്കം നടക്കട്ടെ, ഞാൻ പോവാട്ടോ, വ്യാസ് രണ്ടുപേരോടായിട്ട് പറഞ്ഞു. ജ്വാല തലയുയർത്തി അവനെ നോക്കി പുഞ്ചിരിച്ചു. ശരി ലച്ചു, അല്ല സോറി, ശരി മോളെ. വ്യാസ് പെട്ടെന്നുണ്ടായ നാവുപിഴവിനെ അപ്പോൾ തന്നെ തിരുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. എന്നെ കാണാൻ ഏട്ടന് ലച്ചുവിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ജ്വാല ചിരിയോടെ അവനോട് പറഞ്ഞു. വ്യാസിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അഗ്നി നേരത്തെ പറഞ്ഞ പക്വത ഇപ്പോൾ വ്യാസും അവളിൽ കണ്ടു കഴിഞ്ഞിരുന്നു. അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ നിന്നും തിരികെ നടന്നു. ജ്വാല അവൻ പോകുന്നതും നോക്കി നിന്നു. ഐസ്ക്രീം വേണോ കുഞ്ഞ? അഗ്നി അവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. അവൾ കണ്ണുവിടർത്തി വേണമെന്ന പോലെ തല ഉലുക്കി. അഗ്നി ചിരിയോടെ അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അവൾ വാങ്ങിച്ചത്. ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജ്വാലയെ അവൻ പ്രണയത്തോടെ നോക്കി. എന്താ, ആരവേട്ടന്റെ ഏട്ടന് ഐസ്ക്രീം വേണമായിരുന്നോ? അവൾ സംശയത്തോടെ ചോദിച്ചു. വേണം, തരുവോ? അവനിൽ കുറുമ്പ്. ഇത് ഞാൻ തരൂല, ഇതെന്റെയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിച്ചോ, അവൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ കണ്ണിൽ പെട്ടെന്ന് കുസൃതി മിന്നി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ, ഒന്ന് താടി, അവൻ കൊഞ്ചി. അവള് കണ്ണുരുട്ടിക്കൊണ്ട് അവന് നേരെ ഐസ്ക്രീം നീട്ടിപ്പിടിച്ചു. ഒരു തവണ എടുത്താ മതിട്ടോ, പിന്നെ വേണമെന്ന് വെച്ചാ വേറെ വാങ്ങിക്കോ, അവള് പറഞ്ഞു. അഗ്നി അവളുടെ ഐസ്ക്രീം നീട്ടിയ കൈമാറ്റിക്കൊണ്ട് പെട്ടെന്ന് അവളുടെ ചുണ്ടിനരികിലേക്ക് വിരല് കൊണ്ടുപോയി. ജ്വാല അവനെ മിഴിച്ചു നോക്കി. അവൻ പതിയെ അവളുടെ ചുണ്ടിൻ കോണിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോക്ലേറ്റ് വിരലിനാൽ എടുത്ത് അത് നേരെ അവന്റെ വായിലേക്ക് കൊണ്ടുപോയി ആ വിരലിനെ നുണഞ്ഞു. ജ്വാല അവനെ പിടപ്പോടെ നോക്കി. എനിക്കിത് മതി, നിന്റെ കയ്യിലുള്ള ഐസ്ക്രീമിനേക്കാൾ ടേസ്റ്റ് ഇവിടെ ഉള്ളതാ, ഈ ചുണ്ടിലുള്ളത്, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അവൻ ആ ചുവന്ന മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ കാറിനടുത്തേക്ക് നടന്നു. പിറകെ ഒരു പുഞ്ചിരിയോടെ അവളും. തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ അഗ്നിയുടെ കൈ അവളുടെ കൈയിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവളും അവനെ എതിർക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന് സന്തോഷത്തോടെ സിനിമ കണ്ടു. അവളുടെ നോട്ടം മുഴുവൻ സ്ക്രീനിലായിരുന്നെങ്കിലും അഗ്നിയുടെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു. ആദ്യമായി തിയേറ്ററിൽ വന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അവന്റെ കണ്ണുകൾ. സിനിമ കഴിഞ്ഞ ശേഷം അവൻ അവളെ കൂട്ടി ഷോപ്പിങ്ങിന് പോയി. അവൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അഗ്നി അവൾക്ക് ചേരുമെന്ന് തോന്നിയ 3-4 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു. കൂടെ തന്നെ വീട്ടിലുള്ളവർക്കും. അഗ്നി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതത്തോടെ നോക്കി കാണുകയാണ് ജ്വാല. കിച്ചുവോ രാജനോ വീട്ടിലെ സ്ത്രീകളോ ഷോപ്പിങ്ങിന് പോയാൽ അവർക്കുള്ളത് മാത്രം വാങ്ങി വരുന്നത് മാത്രമാണ് അവൾ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടണമെങ്കിൽ പൊന്നു കിച്ചേട്ടൻ്റെ കൂടെ പോയാൽ മാത്രമേ കിട്ടൂ, അവൾ ഓർത്തു. പക്ഷേ അഗ്നി വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ പുഞ്ചിരിയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി. അഗ്നി എല്ലാവർക്കും ഉള്ളത് വാങ്ങി ബില്ല് പേ ചെയ്യാൻ നിന്നതും ജ്വാല പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താ കുഞ്ഞ, ഇനി എന്തെങ്കിലും വേണോ? അവൻ ചോദിച്ചു. എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയില്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് വാങ്ങാത്തെ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടടാ, ഇപ്പോ കല്യാണമായിട്ടും കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ എനിക്കുണ്ടല്ലോ അവിടെ ഒത്തിരി ഡ്രസ്സ്, വീട്ടിലെല്ലാവർക്കും ഉണ്ടല്ലോ. അവൾ മുഖം വീർപ്പിച്ചു. അവൻ ചിരിയോടെ അവളുടെ വീർത്ത കവിളിൽ ഒന്ന് കുത്തി. ശരി ശരി, ഇനി ഈ കവിളിങ്ങനെ വീർപ്പിച്ച് വെക്കണ്ട, വാ എനിക്കൊരു ഷർട്ട് വാങ്ങിയേക്കാം, അവൻ പറഞ്ഞു. ദേ ആ ഷർട്ട് വാങ്ങിക്കോ, ആരവേട്ടൻ്റെ ഏട്ടന് അത് നല്ല ഭംഗിയുണ്ടാവും, ഞാൻ കുറെ നേരമായിട്ട് ആ ഷർട്ട് നോക്കുമായിരുന്നു. അവൾ ഒരു പീച്ച് കളർ ഷർട്ടിലേക്ക് വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു. അഗ്നി സന്തോഷത്തോടെ അവളെ നോക്കി. എനിക്ക് വേണ്ടി നോക്കിയതാണോ കുഞ്ഞ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ ആർക്കാ, അത് നോക്ക്,
സൈസ് ഓക്കെ ആണോന്നൊക്കെ നോക്കിയിട്ട് വാ, എനിക്കത് ഇഷ്ടായി. അവൾ കണ്ണുരുട്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ആണോ? എൻ്റെ കുഞ്ഞിന് ഇഷ്ടായെങ്കിൽ പിന്നെ നോക്കാൻ എന്തിരിക്കുന്നു? അവൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് സെയിൽസ്മാനെ കൊണ്ട് ആ ഷർട്ട് എടുപ്പിച്ചു. അയാൾ അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് അവന്റെ കറക്റ്റ് സൈസായിരുന്നു. അഗ്നി ചിരിയോടെ അവളെ നോക്കി. ജ്വാലയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു, കുറുമ്പോടെ. ടെക്സ്റ്റൈൽസിൽ നിന്നും അവർ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അഗ്നി ചിക്കൻ ഫ്രൈഡ് റൈസും ബിരിയാണിയും ചിക്കൻ നൂഡിൽസും അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തു. അവൾ പിന്നെ ആ പേരൊക്കെ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഓർഡർ കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാനാണ് ജ്വാല പറഞ്ഞത്. അഗ്നി ഫോർക്കും സ്പൂണും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കുകയാണ് ജ്വാല. അവളാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഫോർക്ക് ഉപയോഗിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലായ്മയോടെ അവനെ നോക്കി. കഴിക്കുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റി ജ്വാലയെ നോക്കിയപ്പോഴാണ് അവൾ താൻ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നത് അഗ്നി കണ്ടത്. എന്തു പറ്റി കുഞ്ഞാ, ഇഷ്ടായില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ പതർച്ചയോടെ അവനെ നോക്കി തലയാട്ടി. ഇഷ്ടായി പറഞ്ഞുകൊണ്ട് അവൾ സ്പൂൺ ഉപയോഗിച്ച് ചെറുതായി വാരി കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവൻ കഴിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അഗ്നി അല്പനേരം അവൾ കഴിക്കുന്നത് നോക്കിയിരുന്ന ശേഷം അവൻ സ്പൂണും ഫോർക്കും മാറ്റിവെച്ചു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. നമ്മൾ കൈകൊണ്ട് വാരി കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും ഒരു സ്പൂൺ കൊണ്ട് കഴിച്ചാലും കിട്ടില്ല അല്ലേ കുഞ്ഞ? അവൻ അവളെ നോക്കി കണ്ണുചിമ്മി പറഞ്ഞുകൊണ്ട് കൈവച്ച് വാരി കഴിക്കാൻ തുടങ്ങി. ജ്വാല അവനെ അത്ഭുതത്തോടെ നോക്കി. സ്പൂൺ വെച്ച് കഴിച്ചില്ലെങ്കിൽ ചുറ്റുമിരിക്കുന്നവരുടെ മുന്നിൽ അവന് നാണക്കേടായാലെന്ന് കരുതിയാണ് അവൾ അങ്ങനെ തന്നെ കഴിച്ചിരുന്നത്. അവൾ ചിന്തയോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ചിലർ അഗ്നി കഴിക്കുന്നത് കണ്ട് അവനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ജ്വാലയുടെ നോട്ടം വീണ്ടും അഗ്നിയിലെത്തി. എൻ്റെ കുഞ്ഞാ, നീ ഇങ്ങനെ സ്പൂണോട് കഴിച്ച് എപ്പോൾ കഴിച്ച് തീരാനാ? കൈകൊണ്ട് വാരി കഴിച്ചേ, അവൻ പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ വിടർന്നു. അവൻ പറയാൻ കാത്തിരുന്നത് പോലെ ജ്വാല സ്പൂണും ഫോർക്കും മാറ്റിവെച്ച് കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. പാവം, എനിക്ക് നാണക്കേടായാലെന്ന് കരുതിയിട്ടാവും അറിയാഞ്ഞിട്ടും ഫോർക്ക് പിടിച്ചിരുന്നേ. അവൻ അവളെ നോക്കി മനസ്സിൽ ചിന്തിച്ചു. ഭക്ഷണം നിറഞ്ഞ സന്തോഷത്തോടെ വാരി കഴിക്കുന്ന അവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. കാർ പോർച്ചിൽ വണ്ടി നിർത്തിയതും ജ്വാല വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് മോഹനും ചിത്തിരയും അപ്പുവും പുറത്തേക്ക് ഇറങ്ങി വന്നു. അഗ്നി കാറിലുള്ള സാധനങ്ങൾ എടുത്തതും ജ്വാല പെട്ടെന്ന് മോഹന്റെ അടുത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ഒരു ചിരിയോടെ അഗ്നിയും പുറകെ നടന്നു. അവൾ വേഗം വന്ന് മോഹന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. മോഹൻ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകി. അച്ഛേ, ഞങ്ങളിന്ന് ഒരുപാട് സ്ഥലത്ത് പോയില്ലോ. എന്ത് രസാണെന്നോ എല്ലാം കാണാൻ. ബീച്ചിലൊക്കെ പോയി, പിന്നെ സിനിമയ്ക്ക് പോയി, ഫുഡ് കഴിക്കാൻ പോയി, നല്ല രസമായിരുന്നു, അവൾ കണ്ണുവിടർത്തി പറഞ്ഞു. ചിത്തിരയും അപ്പു അവളെ കൗതുകത്തോടെ നോക്കി. ആദ്യമായി ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു കുട്ടിയുടെ ആഹ്ലാദം അവളിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ചിത്തിരയുടെ കണ്ണു നിറഞ്ഞു. മോഹൻ അവളുടെ കവിളിൽ തലോടി. എന്നിട്ട് മോൾക്ക് സന്തോഷമായോ? അയാൾ ചോദിച്ചു. ഒത്തിരി സന്തോഷായി. എന്ത് രസാണെന്നോ. എനിക്ക് കടലിലൊക്കെ ഇറങ്ങാൻ പേടിയായിരുന്നു. എന്നിട്ട് ആരവേട്ടൻ്റെ ഏട്ടനാ എന്നെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിലിറക്കിയേ, അവൾ ചിരിയോടെ പറഞ്ഞു. ആഹാ, ആണോടി കാന്താരി? അയാൾ അവളുടെ കവിളിൽ പിച്ചി. അഗ്നി സിറ്റ് ഔട്ടിലേക്ക് കയറി തിണ്ണയിലിരുന്ന് അവൾ പറയുന്നത് സന്തോഷത്തോടെ കേട്ടിരിപ്പാണ്. അതെ, അച്ഛൻ മാത്രം അല്ലാട്ടോ, ഇവിടെ ഒരു അമ്മയുണ്ട്. ഇവിടെ നിന്ന് കരഞ്ഞു പിഴിഞ്ഞു പോയ കുട്ടി ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് നിന്നിട്ട് എന്നോട് മിണ്ടിയില്ലല്ലോ. ചിത്തിര മുഖം വീർപ്പിച്ചു. അപ്പു അതേന്ന പോലെ തല ഉലുക്കി. ജ്വാല വെപ്രാളത്തോടെ അയാളിൽ നിന്ന് അകന്നു മാറി ചിത്തിരയുടെ കയ്യിൽ പിടിച്ചു. ചിത്തിര അവളെ മുഖം വീർപ്പിച്ചു നോക്കി. എന്നോട് പിണങ്ങല്ലേട്ടോ അമ്മേ, ഞാൻ സന്തോഷം കൊണ്ടല്ലേ, അവൾ കൊഞ്ചി. ചിത്തിരയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ജ്വാല അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അഗ്നിയുടെ മുഖം വീർത്തു. എല്ലാവർക്കും ഉമ്മ കൊടുക്കും, എനിക്ക് മാത്രം ഇല്ല, അവൻ പിറുപിറുത്തു. അവനെ തന്നെ നോക്കി നിന്ന അപ്പുവിന് അവൻ പിറുപിറുത്തത് എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയൊതുക്കി. ജ്വാലക്കുട്ടി, കറങ്ങാനൊക്കെ പോയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? അപ്പു കുറുമ്പോടെ ചോദിച്ചു. ഉണ്ടല്ലോ, ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അവൾ ചിരിയോടെ പറഞ്ഞു. ആണോ, എവിടെ? അവൻ ചോദിച്ചുകൊണ്ട് അഗ്നിക്കരികിൽ പോയിരുന്നു. അഗ്നി ആ കവറെല്ലാം കൂടി ജ്വാലയുടെ കയ്യിലേക്ക് കൊടുത്തു. ജ്വാല ഓരോരോ കവർ ഓരോരുത്തർക്കായി കൊടുത്തു. നന്നായിട്ടുണ്ടല്ലോ, ഇതൊക്കെ മോളുടെ സെലക്ഷൻ ആണോ? ചിത്തിര അവർക്ക് വാങ്ങിയ ബ്ലൂ കളർ സാരി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, നല്ല ആളാ സെലക്ട് ചെയ്യുന്നേ. ഇവളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ട് ഞാൻ എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചേ, അഗ്നി ജ്വാലയെ ഒന്ന് നോക്കി ചിത്തിരയോട് പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. ഹായ്, കൊള്ളാലോടി ഏട്ടത്തി ഷർട്ട്. എനിക്ക് ഈ ബ്ലാക്ക് കളർ ഷർട്ടിനേക്കാൾ ഇഷ്ടമായത് ഈ പീച്ച് കളർ ഷർട്ടാ. ഇത് ഞാൻ എടുത്തോളാം, അഗ്നിക്ക് വേണ്ടി വാങ്ങിയ ഷർട്ട് കയ്യിലെടുത്തുകൊണ്ട് അപ്പു പറഞ്ഞു. ഏയ്, അത് ആരവേട്ടനുള്ളതല്ല, ആരവേട്ടൻ ബ്ലാക്ക് എടുത്താൽ മതി. ജ്വാല അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി. അതിന് നീ എന്തിനാടി ഇങ്ങനെ ചുണ്ടു കൂർപ്പിക്കുന്നേ? എനിക്ക് ഇത് മതി,
അപ്പു ചുണ്ടുകൊട്ടി. ജ്വാല സങ്കടത്തോടെ അഗ്നിയെ നോക്കി. പക്ഷേ ആ ഷർട്ട് തനിക്ക് വേണ്ടി വാങ്ങിയതായതുകൊണ്ട് അത് വേണമെന്ന് മറ്റൊരാൾ പറഞ്ഞതിലുള്ള ദേഷ്യം ജ്വാലയുടെ മുഖത്ത് അഗ്നി കണ്ടു. അവന് ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം അവളിനി എന്തു ചെയ്യുമെന്നറിയാനുള്ള ആകാംക്ഷയും. തുടരും.